ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019-20 ഇയറിലുള്ള ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ആക്ടിവിറ്റി 1 എന്താണ്? എ ജേണി ത്രൂ കേരള. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സയൻസ് ഇൻ കേരള ആർ ഗിവൺ ബിലോ. കേരളത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിക്ചറുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി. 2 ബേക്കൽ കോട്ട. 3 എടക്കൽ കേസ്. 4 ഇടുക്കി ഡാം. ഓക്കെ. Answer the following questions. A. Put numbers on the district in the map where these places are located. ഇവിടെ നമ്മൾ 4 പിക്ചറിൽ 4 സാധനങ്ങൾ കണ്ടു അല്ലേ? അത് ആ പ്ലേസസ് എവിടെയാണ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാനുള്ളതാണ്? അതിൽ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ? എവിടെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്? ട്രിവാൻഡ്രം അല്ലേ? തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്. ഇനി സെക്കൻഡ് എന്തായിരുന്നു? ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട് എവിടെയാണ്? കാസർഗോഡ്. തേർഡ് വൺ എന്തായിരുന്നു? എടക്കൽ കേവ്സ് എവിടെയാണ്? എല്ലാവർക്കും അറിയാലേ, എവിടെയായിരുന്നു? വയനാട്. ഫോർത്ത് എന്താണ്? ഇടുക്കി ഡാം. ഇടുക്കി ഡാം എവിടെയാണ്? ഇടുക്കി തന്നെയാണ് അല്ലേ? ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? ലൊക്കേറ്റ് യുവർ ഡിസ്ട്രിക്ട് ഇൻ ദ മാപ്പ് ആൻഡ് കളർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അപ്പോൾ സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഓക്കെ. ഫൈൻഡ് യുവർ ഡിസ്ട്രിക്ട് ആൻഡ് കളർ ഇറ്റ്. ഓക്കെ. നെക്സ്റ്റ് അല്ല സി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് ഓഫ് വയനാട്. വയനാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? നെയ്ബറിംഗ് അതിർത്തി തൊട്ടടുത്തുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? മലപ്പുറം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ഈ 3 ഡിസ്ട്രിക്റ്റാണ് ആര്? നൈബറിംഗ് ഡിസ്ട്രിക്ട് ഓഫ് വയനാട്. ഓക്കെ. ഇനി അതിലെ ഡി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? പുട്ട് എ ടിക്ക് മാർക്ക്. ഓക്കെ. അപ്പോൾ ഏതാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഏതൊക്കെയാണ്? കാസർഗോഡ്, വയനാട്, പാലക്കാട്, കോഴിക്കോട് അല്ലേ? അതെ, ഇത് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 2019-20 ഇയറിലുള്ള ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന്. ആ ടൈമിൽ 2019-20 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജില്ല എന്നറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? പാലക്കാടായിരുന്നു. ഇപ്പോൾ 2023, അതായത് 2 വർഷം ബാക്കിൽ നമ്മുടെ ജില്ല ഈ ഒരു വലിപ്പങ്ങളുടേതൊന്ന് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ലയായി അറിയപ്പെടുന്നത് ആരാണ്? ഇടുക്കി ജില്ലയാണ്. പാലക്കാട് മാറി ഇടുക്കി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇതിൽ ഇടുക്കി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത്. ഓക്കെ. അന്ന് പാലക്കാടായിരുന്നു, ഇപ്പോൾ ഏതാണ്? ഇടുക്കിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? ഇടുക്കി. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായില്ലേ? ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള കറന്റ്ലി ഇടുക്കി. ഓക്കെ. ഓക്കെ. ആക്ടിവിറ്റി 2 പ്ലാൻ ഡോർ. അതിൽ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? ലേബൽ ദ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഇവിടെ ഒരു പ്ലാന്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാനാണ്, അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു ടൊമാറ്റോ പ്ലാന്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇതിനെന്തൊക്കെ ഉണ്ടായിരിക്കും? ഫ്ലവർ, ലീഫ്, ഫ്രൂട്ട്, സ്റ്റെം ആൻഡ് റൂട്ട്. ഇത്രയാണ് എന്ത്? ഒരു പ്ലാന്റിന്റെ പാർട്സ്. ഓക്കെ. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഇൻ സിഗ്നിഫിക്കൻസ്. എന്താണ്? ഇവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ പാർട്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ എന്താണ്? റൂട്ട് തന്നിട്ടുണ്ട് അല്ലേ? റൂട്ടിൻ്റെ പിക്ചർ, സ്റ്റെമ്മിൻ്റെ പിക്ചർ, അതുപോലെ ലീഫിൻ്റെ പിക്ചറുമാണ് തന്നിട്ടുള്ളത്. അതിൽ റൂട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഐ കീപ് പ്ലാന്റ്സ് ഫിക്സഡ് ഇൻ ദ സോയിൽ. എന്താണ് പറയുന്നത്? റൂട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അത് മണ്ണിൽ പ്ലാന്റിനെ ഉറപ്പിച്ച് നിർത്തുന്നു എന്നാണ് വേര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെം എന്താണ്? ഐ ക്യാരീസ് വാട്ടർ ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ് എന്നാണ് പറയുന്നത്. വേരിൽ നിന്നും വെള്ളം ശേഖരിച്ച് ഇലകളിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്ത്? സ്റ്റെമ്മിൻ്റെ ഡ്യൂട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ലീഫാണല്ലേ? ലീവ്സ് എന്താണ്? ഐ മേക്ക് ഫുഡ് ഫോർ ദി പ്ലാന്റ്. ഇലകളിൽ വെച്ചാണ് എന്ത്? പ്ലാന്റ്സിന് എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഐ മേക്ക് ഫുഡ് ഫോർ ദി പ്ലാന്റ്. ലീവ്സ് അതാണല്ലേ ചെയ്യുന്നത്. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് പാർട്ട് ഈസ് നോൺ ആസ് ദി കിച്ചൺ ഓഫ് ദി പ്ലാന്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. എന്താ പറയുന്നത്? ഒരു കിച്ചൺ ഓഫ് ദി പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഏത് പാർട്ടിനെയാണ് നമ്മൾ കിച്ചൺ ഓഫ് ദി
പ്ലാന്റ് എന്ന് പറയുന്നത്? ഇവിടെ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. നോക്കൂ, എല്ലാവരും ഒന്ന് വായിക്കൂ. എന്താണ്? റൂട്ട്, ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ. ഇത്ര 4 പ്ലാന്റ്സിൻ്റെ പാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കിച്ചൺ ഓഫ് ദി പ്ലാന്റ് ഏതാണ് എന്നുള്ളത് ഇതിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഏതാണ്? പറയൂ, എല്ലാവരും പറയൂ. ബി, ലീഫാണല്ലേ. റൈറ്റ് ആൻസർ. കിച്ചൺ ഓഫ് ദി പ്ലാന്റ് ഏതാണ്? ലീഫ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, അറ്റൻഷൻ പാസഞ്ചേഴ്സ്. സിഗ്നൽ ലൈറ്റ് ആർ ഗിവൺ ബിലോ. അതിലെ പാർട്ട് എ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് സ്യൂട്ടബിൾ കളർ ആൻഡ് റൈറ്റ് ദ ഇൻഡിക്കേറ്റ്. എന്താ പറയുന്നത്? ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? അതിനെന്ത് ചെയ്യാണ്? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ചെയ്തിട്ട് അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. അതിനിവിടെ എന്താണ്? റൈറ്റ് സൈഡിലൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇനി എന്താണ്? നിങ്ങളെല്ലാവരും സിഗ്നൽ ലൈറ്റ് കണ്ടിട്ടുണ്ടാവൂലേ? അതിലെ ഫസ്റ്റ് കളർ എന്തായിരുന്നു? റെഡ്, പിന്നെയോ യെല്ലോ ആൻഡ് ഗ്രീൻ. ഈ 3 കളറാണ് നമ്മൾ സിഗ്നൽ ലൈറ്റിൽ കാണുന്നത് അല്ലേ? അതിലെ റെഡ് ലൈറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റോപ്പ്. യെല്ലോ ലൈറ്റോ വെയിറ്റ്, ഗ്രീൻ ലൈറ്റ് ഗോ. ഈ 3 കളറ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കൂ. Read the following statement and put a tick mark against the correct one and cross mark against the wrong ones. എന്താ പറയുന്നത്? താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ടിക്ക് ചെയ്യാനും തെറ്റായിട്ടുള്ളതിന് ക്രോസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. എന്താണ് ഫസ്റ്റിലത്? വാക്ക് എലോങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ്. അതെന്താണ്? നമ്മൾ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് നടക്കണം എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റാണല്ലേ? ഏത് വശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്? റൈറ്റില്ലേ? റൈറ്റ് സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ നടക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ട്രൈറ്റ് ബോർഡ് എ റണ്ണിങ് വെഹിക്കിൾസ്. എന്താ പറയുന്നത്? നമ്മൾ ഓടുന്ന വാഹനത്തിൽ ചാടി കയറാൻ പാടുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്? അത് തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? ക്രോസ് ദ റോഡ് എലോങ് ദി സീബ്ര ലൈൻസ്. എന്നാണ്? നമ്മുടെ റോഡിൽ സീബ്ര ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മൾ ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ലൈനിലൂടെയാണ്. ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ടിക്ക് മാർക്ക്. ഓക്കെ, എന്താണ്? റൈറ്റ് അല്ലേ? റൈറ്റ് എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? 2 വീലർ റൈഡേഴ്സ് മസ്റ്റ് വിയർ ഹെൽമെറ്റ്സ് അല്ലേ? അതൊരു സേഫ്റ്റി ഗിയർ ആണ് അല്ലേ? ഹെൽമെറ്റ് എന്നുള്ളത് ഒരു സേഫ്റ്റി ഗിയർ ആണ്. അപ്പോൾ 2 വീലർ ഓടിക്കുന്നവർ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതെന്താണ്? ശരിയാണല്ലേ? അപ്പോൾ നമ്മൾ റൈറ്റ് എന്ന് ടിക്ക് ചെയ്യുക അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 4, നോ ദി ടേസ്റ്റ്. ഫോളോയിങ് the vegetables collected to prepare food for the school annual day function. അപ്പോൾ എന്താണ്? സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്താണ്? കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ക്യൂക്കുംബർ, പപ്പായ, ക്യാരറ്റ്, ടൊമാറ്റോ, എലഫന്റ് യാം, മുരിങ്ങ, പീ, പൊട്ടാറ്റോ, അമരാന്തസ്, കൊളക്കേഷ്യ. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. ക്ലാസിഫൈ ദ ഗിവൺ വെജിറ്റബിൾസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താണ്? ഇവിടെ തന്നിട്ടുള്ള വെജിറ്റബിൾസിനെ ക്ലാസിഫൈ തരം തിരിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ തരം തിരിച്ച് എഴുതാം? വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും ആയിട്ട് എഴുതാം. ഓക്കെ, അതിൽ വെജിറ്റബിൾസിൽ ഏതൊക്കെ വരും? ക്യൂക്കുംബർ, പപ്പായ, ക്യാരറ്റ്, ടൊമാറ്റോ, എലഫന്റ് യാം, പീ, പൊട്ടാറ്റോ, കൊളക്കേഷ്യ. ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആയിട്ടാണ് വരുന്നത്. ഇനി ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? മുരിങ്ങ, അതുപോലെ അമരാന്തസ്, ചീര. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. പുട്ട് എ ടിക്ക് മാർക്ക് ടു വൺ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ 5 സെൻസ്. എന്താണ്? 5 സെൻസ് പഞ്ചേന്ദ്രിയങ്ങളിലെ 5 സെൻസിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത് നോക്കൂ. ഇയർ, ഐ, ടൂത്ത്, നോസ്. ഇതിൽ ഏതാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പെടാത്തത്? നിങ്ങൾക്കൊക്കെ അറിയാലേ? എന്താണ്? ടൂത്ത്, പല്ല് അല്ലേ? പല്ല് എന്താണ്? 5 സെൻസിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? സം ഫുഡ് ഐറ്റംസ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ് ആർ ഗിവൺ ബിലോ. താഴെ എന്താണ്? കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ നെയിംസും അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ബെസ്റ്റ് എമംഗ് ട്യൂബേഴ്സ്,
King of fruits, most beautiful among vegetables, rice, mango, main food of Malayalis, carrot, most popular among leafy vegetables, amaranthus, tapioca. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അതെന്ത് ചെയ്യാനാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു ദ എക്സാമ്പിൾ ഗിവൺ ബിലോ. താഴെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാനാണ്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. കിങ് ഓഫ് ഫ്രൂട്ട്സ്, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാംഗോ. ഇനി നമുക്ക് എന്തൊക്കെ നോക്കാം. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് വെജിറ്റബിൾസ് ഏതായിരിക്കും? ക്യാരറ്റ്. മെയിൻ ഫുഡ് ഓഫ് മലയാളീസ് ഏതാണ്? റൈസ്. ദ ബെസ്റ്റ് എമംഗ് ട്യൂബേഴ്സ് ഏതാണ്? ടപ്പിയോക്ക. മോസ്റ്റ് പോപ്പുലർ എമംഗ് ലീഫി വെജിറ്റബിൾസ് ആരാണ്? അമരാന്തസ്, ചീര. ഓക്കെ, ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 5 ഹൗസസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. താഴെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൗസസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡ് ഹൗസ് ആർ ഗിവൺ ബിലോ. എന്നിട്ട് എന്താണ്? അതിന് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ഉണ്ടാക്കാൻ, ഹൗസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിക്ക്, സ്റ്റോൺ, സിമെൻറ്റ്, സാൻഡ്, റെഡ് സ്റ്റോൺ, അലുമിനിയം ഷീറ്റ്, ബ്ലാക്ക് സ്റ്റോൺ, അയൺ ബാർ, കോക്കനട്ട് ലീവ്സ്, ടൈൽസ്. ഇത്രയും സാധനങ്ങളാണ് എന്ത്? മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡിംഗ് അല്ലേ? ബിൽഡ് ഹൗസ് അല്ലേ? മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡ് ഹൗസ്, അതാണ് മെറ്റീരിയൽസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഇനി അതിലെ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണെന്ന് നോക്കാം നമുക്ക്. റൈറ്റ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഈച്ച് പാർട്ട് ഓഫ് ഹൗസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ പറയുന്നത്? ഇവിടെ താഴെ തന്നിട്ടുള്ള മെറ്റീരിയൽസ് ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എന്താണ്? ഫ്ലോറിന് എന്തൊക്കെയാണ്? സ്റ്റോണ്, ബ്ലാക്ക് സ്റ്റോണ്. പിന്നെ വാളിന് എന്തൊക്കെയാണ്? ബ്രിക്ക്, റെഡ് സ്റ്റോൺ, സാൻഡ് ആൻഡ് സിമെൻറ്റ്. ഇനി റൂഫിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? അലൂമിനിയം ഷീറ്റ്, കോക്കനട്ട് ലീവ്സ്, ടൈൽസ്, അയൺ ബാർ. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൂഫ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ. ഹൗസ് മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്സ് പുട്ട് എ ടിക്ക് മാർക്ക്. എന്താ പറയുന്നത്? താഴെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് തന്നിട്ടുണ്ട്. അതിൽ ഐസ് ബ്ലോക്ക് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന, മെയ്ഡ് ചെയ്യുന്ന വീട് ഏതാണ് എന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ താഴെ ഏതൊക്കെ വീടുകളാണ് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. വായിക്കൂ. ട്രീ ഹൗസ് അല്ലേ? ഏറുമാട മരത്തിന് മുകളിൽ ഉണ്ടാക്കുന്ന വീടാണ് അല്ലേ? ഇനിയോ ഫ്ലാറ്റ്, ആൻഡ് ഇഗ്ലു അല്ലേ? ഇതിൽ ഏതാണ് ഐസ് ബ്ലോക്ക് ഉപയോഗിച്ച് മെയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ഏതാണ്? ഇഗ്ലു. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഹൗസസ്. വീടിൻ്റെ 2 ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്? ടു പ്രൊട്ടക്ട് ഫ്രം വെതർ കണ്ടീഷൻസ് അല്ലേ? ലൈക്ക് റെയിൻ, ഹീറ്റ്, കോൾഡ് ആൻഡ് വിൻഡ് അല്ലേ? എന്താണ്? കാലാവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ. എന്തൊക്കെ കാലാവസ്ഥയാണ്? മഴ, ചൂട്, അതുപോലെ എന്താണ്? തണുപ്പ്, കാറ്റ്, കൊടുങ്കാറ്റ് എന്നിവയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ഹൗസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? വെതർ കണ്ടീഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയോ ഇറ്റ് ഓഫർ എ സേഫ് സ്പേസ് ഫ്രം വൈൽഡ് ആനിമൽസ്. നമ്മുടെ മറ്റ് ജീവികളിൽ നിന്ന്, അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സേഫ് പ്ലേസ് ആണ്, സ്പേസ് ആണ് എന്ത്? ഹൗസ്. ഇനി ആക്ടിവിറ്റി 6 നോ ദ എർത്ത്. ഭൂമിയെ അറിയാം. ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് ദി എർത്ത്. എന്താ പറയുന്നത്? ഭൂമിയുടെ ഒരു മാതൃകയാണ് എന്ത്? ഗ്ലോബ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതിലെ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് എബൌട്ട് ഗ്ലോബ്. ഗ്ലോബിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ അറിയാം ഗ്ലോബിനെ കുറിച്ച്? ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ് ദ സീ. ഗ്ലോബിലെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? സീയെ ആണ് ആ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ലാൻഡ് പാർട്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ അതർ കളേഴ്സ്. മറ്റ് ഒരുപാട് കളറുകൾ അതിൽ കാണുന്നുണ്ട്. അത് എന്തിനാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്?
ലാൻഡ് പാർട്സിനെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്, കരഭാഗത്തെയാണ് വരച്ച് കാണിക്കുന്നത് അല്ലേ. ഇനി ഇതാ ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദി ലാൻഡ് ഏരിയ. എന്താ പറയുന്നത്, എന്താ ഭൂമിയിൽ എന്താണ് കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം എന്താണുള്ളത്, കടൽ ഭാഗമാണ് ഉള്ളത്. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, ദ പിക്ചർ ഓഫ് ആൻ എക്സ്പെരിമെന്റ് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ ദ ക്ലാസ് റൂം ഇസ് ഗിവൺ ബിലോ. നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏതാണ് എക്സ്പെരിമെന്റ് എന്ന്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. അങ്ങനെ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഫൈൻഡിങ്സ്, നിങ്ങൾ കണ്ടെത്തിയത് എന്താണ് എന്നുള്ളത് എഴുതാനാണ് ഇവിടെ പറയുന്നത്. എന്തായിരുന്നു, വെൻ ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ the part that gets sunlight will be day and the parts that doesn't get sunlight will be night. അല്ലേ, നമ്മൾ എന്താണ് അതിലെ ലൈറ്റ് പ്രകാശം വീഴുന്ന ഭാഗം പകലും വീഴാത്ത ഭാഗം രാത്രിയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സി പാർട്ടിലെ, ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്, പുട്ട് എ ടിക്ക് മാർക്ക്. എന്താ പറയുന്നത്, ആരാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത്, ഉരുണ്ടാകൃതിയിലാണ് ഭൂമി എന്ന് കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ 4 ആളുകളുടെ പേര് തന്നിട്ടുണ്ട്. എന്താ അതിലാരാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് എന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ആരൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത്, ഐൻസ്റ്റീൻ, മഗല്ലൻ, ഐസക് ന്യൂട്ടൺ, എഡിസൺ, ഇവരെയാണ് തന്നിട്ടുള്ളത്. ഇതിലാരാണ്, മഗല്ലനാണ് എന്ത്, ഭൂമി ഉരുണ്ട ആകൃതിയിലാണെന്ന്, ഭൂമി ഉരുണ്ടിട്ടാണെന്ന് കണ്ടെത്തിയത് ആരാണ്, മഗല്ലൻ. ഓക്കെ, ഇതിലെ സെക്കൻഡ് വൺ ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പഠിക്കാനുള്ളത്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.